ഞാൻ ഈ കാണിക്കുന്ന കുറച്ച് മൂമെൻറ്റ്സ് ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ ഉറപ്പായിട്ട് ചെയ്യണം. ഒട്ടും സമയമില്ലാന്ന് വിചാരിക്കേണ്ട. ചെയ്യണം. ഒരു 3 മിനിറ്റത്തെ കാര്യമുള്ളൂ. രാവിലെ എഴുന്നേറ്റ് തന്നെ ചെയ്തോളൂ. നമ്മുടെ ഫുൾ ബോഡി ആക്ടിവേറ്റ് ആക്കണം. നമ്മളെ ജോയിൻറ്റ്സ് എല്ലാം ഓപ്പൺ ആക്കണം. മെയിൻ എടുക്കണം. നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുന്നല്ലേ, ഓപ്പൺ ആക്കണം. എനർജി ഫുൾ ഡേ നിങ്ങൾക്ക് ആ എനർജിയിൽ വിളിക്കുന്നത് എല്ലാ ദിവസവും ചെയ്തോളൂ കേട്ടോ. ഞാനിപ്പോൾ സൈഡ് പോസ്റ്റ് നിന്നിട്ട് കാണിച്ചു തരാം. ഉപ്പൂറ്റി ഉയർത്തി കൊടുക്കലാണ് കേട്ടോ ചെയ്യൽ. അപ്പോൾ ഇതേ കൈ ഇതിങ്ങനെ പുറകോട്ട് കേട്ടോ. ഫസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു ബാലൻസ് ഉണ്ടാവില്ല, കാരണം ഇങ്ങനെ ഉപ്പൂറ്റി പൊക്കി എടുക്കുന്നതല്ലേ, കൈയും കൂടി വീശുമ്പോൾ. എന്നാലും കുഴപ്പമില്ല, പറ്റുന്ന രീതിയിൽ ചെയ്ത് തുടങ്ങിക്കോളൂ. പതിയെ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് എടുക്കാൻ പറ്റും. അത് 100% ഉറപ്പാണ് കേട്ടോ. പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നും മാറ്റി വെക്കണ്ട, എല്ലാം ശരിയായിക്കോളൂ കേട്ടോ. സെയിം അങ്ങനെ തന്നെ നിന്നിട്ട് കാലിതേ ഒന്നിതേ കണ്ടോ, ഒരു കാലം മുന്നോട്ട് വയ്ക്കുക. എന്നിട്ട് കൈ ഒന്ന് കറക്കി കൊടുക്കുക കേട്ടോ. നമ്മുടെ വീല് പോലെ ഇങ്ങനെ നമ്മുടെ ജോയിൻറ്റ് ഫുൾ ഓപ്പൺ ആവും. നമ്മുടെ ജോയിൻറ്റ് ഫുൾ നമ്മൾ ശരിക്കും നമ്മുടെ ജോയിൻറ്റെല്ലാം ഓപ്പണാക്കി എടുക്കണം നമ്മൾ. അതിനാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ വാമപ്പ് ചെയ്യണമെന്ന് പറയാറില്ലേ. അപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ വാമപ്പ് കേട്ടോ. നമ്മളെ ബോഡി ഫുള്ള് നമ്മൾ ഉറങ്ങി എഴുന്നേക്കുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം നമ്മളെ ജോയിൻറ്റ്സൊക്കെ അനങ്ങായിരിക്കും. അപ്പോൾ നമുക്ക് അത് ജോയിൻറ്റ്സൊക്കെ ഇളകിയെടുക്കണം. അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കേട്ടോ. ഞാൻ വേറൊരു ബെഡിലിരുന്നിട്ട് ചെയ്യുന്നൊരു വാമപ്പിൻ്റെ രാവിലെയൊക്കെ ചെയ്യുന്നൊരു കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നിന്ന് ചെയ്യുന്ന കേട്ടോ. നെക്സ്റ്റ് വരുന്ന അതേപോലെ തന്നെ കാല് വയ്ക്കുക. എന്നിട്ട് കൈ ക്രോസ് ആവരല്ല ഇട്ടത് ഇത് കണക്ക് കണ്ടോ. നിങ്ങൾക്ക് എത്ര താരാൻ പറ്റുമോ അത്ര താരം കേട്ടോ. ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റിക്കണ്ട. നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് തന്നെ മനസ്സിലായിക്കോട്ടോ. നമ്മൾ കുറേ കൂടെ സ്ട്രോങ് ആവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ബോഡി കുറേ കൂടെ സ്ട്രോങ് ആവും, നമുക്ക് ബാലൻസ് വരും, സ്റ്റെബിലിറ്റി വരും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ബോഡിക്ക് വേണ്ടി കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ വയറും അരക്കെട്ടും മാത്രം കുറച്ച് പോകുന്ന മാത്രമല്ല ചെയ്യേണ്ടത്. അതല്ലാണ്ട് നമ്മളെ ബോഡിക്ക് ആവശ്യമുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോസിലും അത് പറയുന്നത്. നമ്മൾ വയറും അരക്കെട്ടും മാത്രം നോക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല കേട്ടോ. ബാക്കിയെല്ലാം നമ്മളെ ബോഡി കൊടുക്കേണ്ടത് തന്നെയാണ്. അതെല്ലാം നമുക്ക് വേണം. ഇനി അതേപോലെ തന്നെ അതേപോലെ കൈ ക്രോസ് ആക്കുക. നിൽക്കുന്ന പൊസിഷൻ അങ്ങനെ തന്നെ നിന്നോളൂ കേട്ടോ. ഇതെങ്ങനെ ഇപ്പം നിങ്ങൾക്ക് കാലങ്ങ് അറ്റം വരെ തൊടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടൊന്നും വേണ്ട. നിങ്ങൾക്കിപ്പോൾ മുട്ടിൻ്റെ അവിടം വരെ താരാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്ര ചെയ്താൽ മതി. നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുന്നതനുസരിച്ച് 1-2 മാസം കൊണ്ടൊക്കെ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നമുക്ക് അതിനേക്കാട്ടിൽ ലെവലിലോട്ട് താരാൻ പറ്റും കേട്ടോ. ഇതേപോലെ ചെയ്യുക. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ചെയ്തോളൂ. തീരെ സമയമില്ല നമ്മൾ മാറ്റിക്കേണ്ട കേട്ടോ. ഞാൻ വീണ്ടും പറയുന്നത്. ഇനി ഇത് ചുവരിലോട്ടൊന്ന് ചാരി നിൽക്കുക. എന്നിട്ട് കാല് കുറച്ചൊന്ന് താത്ത് വയ്ക്കുക. എന്നിട്ട് ഷോൾഡർ അകത്തേക്ക് കൊടുക്കുക കേട്ടോ. തേത്തിയ കണക്ക് കേട്ടോ. ഇതേ കണക്കൊന്ന് അകത്തേക്ക് കൊടുക്കുക. വളരെ കുറച്ച് മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. ഒരു 3 മിനിറ്റ് തന്നെ 3 മിനിറ്റേ വരുള്ളൂ കേട്ടോ ഇത്. അപ്പോൾ അതുകൊണ്ട് കൊടുക്കുക. നെക്സ്റ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് ചാരി നിൽക്കുക. എന്നിട്ട് കാലിത് കണക്ക് ഒന്ന് പിടിക്കുക കേട്ടോ. കാരണം ഞാൻ ചാരി ഒന്ന് പിടിക്കാൻ പറഞ്ഞാൽ പലർക്കും അല്ലാണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ ബാലൻസ് കിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് ചാരി നിൽക്കുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതേ കണക്കാണ് മറ്റേ കാല് പിടിക്കുക കേട്ടോ. ഇനി കാല് പുറകിലേക്ക് പിടിക്കണം കേട്ടോ. അത് നിങ്ങൾക്ക് ചെവരിൽ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ചെയ്യുന്നപ്പോൾ, അല്ലാണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നമ്മൾ പുറകിലോട്ട് പിടിക്കുമ്പോൾ വീഴും. അതുകൊണ്ട് ഇത് കണക്ക് ഇങ്ങനെ ഇപ്പം നിങ്ങൾക്ക് ഇത്രയും അടങ്ങുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, പറ്റുന്ന പോലെ പിടിച്ചാൽ മതി കേട്ടോ. പക്ഷെ ചെയ്യാണ്ടിരിക്കരുത്. അത് ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഒന്നും ചെയ്യാണ്ടിരിക്കരുത്, എല്ലാം ചെയ്യുക തന്നെ വേണം കേട്ടോ. ഓക്കെ, ഇത് കണക്കൊന്ന് കൊടുക്കുക. ഒന്ന് കൈ താഴേക്ക് കൊടുക്കുക. ഒന്ന് ഷോൾഡർ ഒന്ന് കറക്കി ഒന്ന് മുറുക്കിയെടുക്കുക. ഓക്കെ, നമ്മളെ ഫുൾ ബോഡി ഒന്ന് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ജോലിക്ക് വെക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ചാനലെത്തിയിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള മറ്റ് വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.